ഇല്ല, റഹ്മാൻ എന്ന് പറയുമ്പോൾ എനിക്കും എസ് ദിലീപ് കുമാറാണ്. കാര്യം കുറേ ഞാൻ ട്രാക്ക് പാടിയതിനൊക്കെ റഹ്മാനായിരുന്നു കീബോർഡ്. അപ്പം അന്ന് മുതലേ ഒരു സന്തോഷം. റഹ്മാൻ എന്നെ സുജിത്തെന്നേ അറിയാവൂ, ഇപ്പം മാറ്റി കാണും. അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള പരിചയമാണ്. അപ്പോൾ അന്നേ കാണുമ്പോൾ ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, പുതിയ പുതിയ ഐറ്റങ്ങൾ റഹ്മാൻ കൊണ്ടുവരും. ആദ്യമായിട്ട് ഞാനൊരു ഒരു കൊച്ചു സാമ്പിളർ കാണുന്ന റഹ്മാൻ്റെ കയ്യിലാണ്. അപ്പോൾ അത് അന്ന് രാജാമണി ചേട്ടനായിരുന്നു കണ്ടക്ട് ചെയ്തത്. അപ്പോൾ രാജാമണി 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 എന്നൊക്കെ ഇത് വെച്ചിട്ട് പല പരിപാടികൾ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം, ഇത് ഞാൻ വേറൊരു കാര്യം പറയണ്ട. ശേഖർ സാറിൻ്റെ മകനാണല്ലോ, അതറിയാമോ? ആർ.കെ. ശേഖർ ഒരു ഉഗ്രം കമ്പോസർ, ഓരോ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ശേഖർ സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹം വലുതായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല. അപ്പോൾ ആകെ സമ്പാദിച്ച ഈ കീബോർഡ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ റഹ്മാൻ എന്നുള്ള അന്ന് ചെറുപ്പത്തിൽ റഹ്മാൻ ഈ കീബോർഡ് ഹയറിന് കൊണ്ട് കൊടുത്തിട്ട് സ്റ്റുഡിയോയുടെ വെളിയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാടക വാങ്ങിച്ചാണ്, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വാടക വാങ്ങിച്ചാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സിനും ആ ഒരു ടാലൻറ്റിനും ദൈവം തമ്പുരാൻ കയ്യിൽ അങ്ങോട്ട് വൃത്തിയായിട്ട് കൈവച്ച് അങ്ങ് അനുഗ്രഹിച്ച്, അതുകൊണ്ടല്ലേ ടോപ്പിൽ പോയത് റഹ്മാൻ.